ശുഭനാരുള്ളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. എനിക്കിപ്പോൾ അറിയാം എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് ചോദിക്കുന്ന ഓരോരുത്തരും അവിടുന്ന് അവർ പറഞ്ഞതാണ്, ഇവിടുന്ന് ഇവർ പറഞ്ഞതാണ് എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഓയിലിൻ്റെ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതൊരു ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ അത് എവിടെ നിന്നാണ് അത് പോയിരിക്കുന്നത് അവർക്കൊരു താങ്ക്സ് പറയണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നെങ്കിലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ടാൻ അടിച്ച് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് തവണ ടാൻ എങ്ങനെയാണ് മാറുന്നത്, ടാൻ പോവാൻ വേണ്ടിയുള്ളത് ഞാൻ ഒരുപാട് വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ റോഡേ വെയിൽ കൊണ്ട് നടക്കുകയല്ല, അത് ഞാൻ കഴിവതും ഈ വെയിലത്ത് ഇങ്ങനെ പോവാതിരിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. എന്നാലും നമുക്ക് ടെറസിൽ തുണി വിരിക്കാൻ കയറുമ്പോഴും മേളിലേക്ക് ഞാൻ കയറുമ്പോഴും ഒക്കെ എനിക്ക് നല്ല വെയിൽ കൊണ്ട് മാത്രമേ ആ സ്റ്റെപ്പ് വഴി പോകാനായിട്ട് മാർഗ്ഗമുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ മേളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നോ വെയിലാണെന്നിങ്ങനെ അറിയാതെ അതുപോലെ നമ്മൾ വെയിൽ കൊള്ളും. ആ മേളിലോട്ട് കയറുന്ന സൈഡിൽ നല്ല വെയിലാണ്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഓയിലിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ഓയിൽ ടാൻ മാറാൻ സൂപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട്, ശുഭ ഒരുപാട് വെയിൽ കൊണ്ടാണ് ഇപ്പോൾ ഓഫീസിലും സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്നത്. ഒരുപാട് പേര്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് നന്നായിട്ട് ടാൻ അടിക്കുന്ന ടൈമായിരുന്നു, ശുഭയെ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്, ടാനൊക്കെ ഒരുപാട് കുറവുണ്ടെന്ന് അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും നമ്മുടെ ഓയിൽ വാങ്ങിക്കാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാണ് ടാൻ പോകാൻ ഒരു മാർഗം എന്താ പറഞ്ഞത്, ശുഭേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ്? നമ്മുടെ തൈര് മാത്രം മതി നമുക്ക് ടാനിനെ കളയാനായിട്ട്. നമുക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ മുഖം ഒന്നും നോക്കുന്നില്ല, മുഖം ഒന്നും സംരക്ഷിക്കുന്നൊന്നുമില്ല, വെയിൽ കൊണ്ടു ഡ്രൈ ആയിട്ടിരുന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഈ മൂക്കിൻ്റെ 2 സൈഡ്, മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്തവട്ട, ചുണ്ടിൻ്റെ സൈഡ്, കണ്ണിന് ചുറ്റും കറുപ്പ്, ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത എത്രയോ പേരുണ്ടായിരുന്നു. നമ്മുടെ ഓയിൽ ഞാൻ എല്ലാവർക്കും തരാൻ തുടങ്ങിയ പിന്നെ എല്ലാവരും ഒരുപാട് അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് ഓയിൽ തേച്ച് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ശുഭേ അങ്ങനായി മുഖം ഇങ്ങനായി മുഖം. ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് ദൈവമായിട്ട് എന്നെക്കൊണ്ട് നിങ്ങളിൽ എത്തിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഒരു നിമിത്തം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇതിനു മുന്നേ എനിക്ക് ഇത്രയും നാളായിട്ടും എനിക്ക് ഇങ്ങനെ ഒന്ന് തോന്നിയില്ലല്ലോ. എനിക്ക് അത് സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ മിക്കവാറും എല്ലാവരും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ കിട്ടും, പിന്നെ എന്താ വാട്സപ്പ് ബുക്കിംഗ് നമ്പറിനും പറഞ്ഞിട്ടാണ് എൻ്റെ 9656 ഉള്ള നമ്പർ ഞാൻ കൊടുക്കുന്നത്. എന്നിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ വന്നിട്ട് ഇത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, കടകളിൽ കിട്ടുമോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഭയങ്കര പരിതാപകരമാകട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന ഓയിലാണ്. ഞാൻ ഓയിൽ തയ്യാറാക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ഓയിൽ തയ്യാറാക്കുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഓയിലിൻ്റെ ആൾ, വേറെ ആരുമില്ല. ഞാൻ ഓയിൽ ആരെ കൊണ്ടും ഞാൻ പ്രിപ്പയർ ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ടൈം എടുത്ത് രാത്രി സമയത്ത് അത് ഇളക്കി നല്ല സൂപ്പർ ഓയിലായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് ഞാൻ തന്നെയാണ്, ഈ ശുഭ തന്നെയാണ്. ഇനി വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും സഹായിക്കും. കവർ ഇങ്ങനെ എന്താ ബോട്ടിലല്ലല്ലോ, സോറി, നമ്മുടെ എന്താ അതിന് പറയുന്നത്, നമ്മൾ ഓയിൽ കവറാക്കി തരാനും, ഇത് എനിക്ക് കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരാനും, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കും. പക്ഷേ അഡ്രസ്സ് എഴുതുന്നതും ഓയിൽ പ്രിപ്പറേഷനും ഞാൻ മാത്രം, ശുഭ ഉള്ളി കേട്ടോ. ഇനിയിപ്പോൾ ആരും ഇത് എവിടെ കിട്ടും, ആരുടെ ഓയിലാണ് ഇങ്ങനെയൊന്നും ആരും ചോദിച്ചേക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ തന്നെയാണ്, ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ ഞാനിന്ന് ഇവിടെ തൈര് മാത്രമാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ കൂടെ ഒരു നുള്ള് കസ്തൂരി മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ, അതായത് ഒരു പിഞ്ച്, ഇങ്ങനെ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പം എവിടെയെങ്കിലും വെയിലത്ത് പോയിട്ട് വന്നാൽ ഉടനെ നമ്മുടെ മുഖത്ത് നന്നായിട്ട്, ഞാൻ ഇപ്പം വെയിലത്തൊന്നും പോയില്ലേലും ഞാൻ കുറച്ച് തൈര് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇപ്പം പ്രത്യേകിച്ച് തൈര് ഇങ്ങനെ എടുത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ മോരുകറിയൊക്കെ വെക്കുന്ന ടൈം ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് തൈരെടുത്ത് ഇങ്ങനെ, ഇത് കട്ടയല്ല കേട്ടോ, ഇത് കുറച്ച് ലൂസായതാണേ, അതുകൊണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത്, പിന്നെ തൈരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ലേ, ഈ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ, നമ്മുടെ ഇപ്പം ഈ തൈര് മുഖത്തിട്ടാൽ എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ലേ? ഒരു ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, നമുക്ക് ഓരോ ലെയറാണ് നമ്മുടെ ചർമ്മം, നമ്മുടെ ഏറ്റവും പുറത്ത് കാണുന്ന ഈ ചർമ്മം, ആ ചർമ്മത്തിലല്ലേ നമ്മളിങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചർമ്മം നമുക്ക് ഡെഡ് സെൽസ് എന്ന് പറയത്തില്ലേ, അതായത് ഏറ്റവും പുറത്തെ ചർമ്മം നമ്മുടെ തൈര് ഇട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡെഡ് സ്കിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. അതിൻ്റെ കൂടെ നമ്മുടെ കറുത്ത് ചിലരുടെ മുഖത്തൊക്കെ ബ്ലാക്ക് സ്പോട്ട്സ് എന്ന് പറയുന്ന കറുത്ത കുത്തുകളും അതിൻ്റെ കൂടെ പോയിക്കോളും. ഒരു പ്രാവശ്യം ഇട്ടെന്നോർത്തുകൊണ്ട് പോവത്തില്ല. നിരന്തരമായിട്ട് തൈര് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം വെളുത്തു എന്ന് നിങ്ങൾ പറയത്തില്ലേ? എനിക്കറിയാം, മുഖം നല്ല കളർ വെക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, ഈ കൊളാജൻ പ്രവർത്തനമൊക്കെ നമ്മുടെ തൈര് തേച്ചാൽ നമ്മുടെ ഏജായിട്ട് നമ്മുടെ ഇത് സ്കിന്നിലുള്ള കൊളാജൻ പ്രവർത്തനമൊക്കെ നമ്മുടെ കുറയും. അതായത് പ്രായം മുന്നോട്ട് ചെല്ലും തോറും അത് കുറയുമ്പോൾ നമുക്ക് തൈര്, പാല് ഇങ്ങനെയൊക്കെയുള്ള തേച്ച് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്താൽ അതിൻ്റെ ഒക്കെ പ്രവർത്തനത്തിലൊക്കെ ഒന്ന് ത്വരിതപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഒരുപാട് ഏജായ പോലെ ഒന്നും ഫീൽ ആവത്തില്ല, ചുളിവ് മുഖത്ത് വരത്തില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തൈര് തേച്ചാലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാൻ മേലൊക്കെ ദേഹമൊക്കെ കഴുകിയതാണ് കേട്ടോ. എന്നാലും എനിക്ക് തൈര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങ് സ്കിന്നിലോട്ട് ഇടാൻ തോന്നി. അപ്പോൾ എത്രയ്ക്ക് ആ തൈരിൻ്റെ ഗുണം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും നമ്മളിപ്പം തൈരിപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുപ്പിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ ഇതിപ്പം ഇളനാടിൻ്റെ തൈരാകട്ടെ, എനിക്ക് മിൽമയുടെ തൈര് രണ്ടും കണക്കാണ്. നമ്മൾ ഒഴിച്ചു വെക്കുന്നതാണ് സൂപ്പർ തൈര്. പക്ഷേ എന്നാലും ഇത് കണ്ടോ, ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒടുവ് വന്നപ്പോഴത്തേനും നല്ല കട്ട തൈരായിട്ട്, കട്ടത്തൈരാണ് ഇളക്കിയപ്പോൾ അങ്ങനെ ആയെന്ന് തോന്നും. നല്ല കട്ട തൈര് എടുത്തിട്ട് ഇങ്ങനെ മുഖത്തൊന്ന് നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് വെറുതെ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. തൈരും പാലും ഒക്കെ തേച്ച് മുഖത്ത് മണം വരുമോ എന്നൊന്നും ആരും ചോദിക്കേണ്ട, ഒരു മണവും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാൻ പോകാനും നമ്മുടെ കറുത്തപാട് പോകാനും എല്ലാം നല്ലതാണ് കേട്ടോ തൈര്. അപ്പോൾ എന്നും നിങ്ങളുടെ മുഖത്ത് തൈര് നമുക്ക് തേച്ച് അപ്ലൈ ചെയ്യാം. തൈര് ഇങ്ങനെ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പം തൈര് തേച്ചാലുള്ള ഗുണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഇന്ന് ലൈവില്ല കേട്ടോ, ഇന്ന് ലൈവ് വരാൻ നേരമില്ല. അപ്പോൾ ഇന്ന് ലൈവില്ല. അപ്പം നാളെ ഇനി ലൈവ് വരാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും നോക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് അടിക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാം. അപ്പോൾ നമ്മൾ ലൈവ് വരുമ്പോഴല്ലേ ഗുഡ് നൈറ്റ് പറയുന്നത്. ഇന്ന് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നു. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.